ഇന്ന് ഉത്തരം പറയാൻ പോകുന്ന ചോദ്യം പലരും പല നാളുകളായി പറയുന്ന ഒരു ചോദ്യമാണ്. അവര് പറയുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടാകാം. അവര് പറയുന്ന ഒരു കാര്യം, ഷാജി ജോസഫ് തന്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ചിലർ മുഖം ചിരി വരുന്നുണ്ട്. കാരണം നിങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കമന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അതിനൊരു മറുപടിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. Dear brothers, today we will be addressing a question that we have received. So typically we receive quite a few questions and we are not able to address all those questions, but I would request all of you that if to listen carefully so that some of your questions may get addressed in this. So today we will be addressing a question that quite a lot of you might have encountered, especially in comments in YouTube and all. There are people who are accusing us that Pastor Shaji Joseph does not give importance to Jesus in his ministry. Today we will be addressing that question. പ്രിയ സഹോദരങ്ങളെ, ഇനിയും മനസ്സിലാകാതെ തനി നാടൻ ആളുകൾക്ക് വീണ്ടും വേണമെന്ന് പറയാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ചില സമയത്ത് ഈ അമ്മമാര് മോനോട് പറയാറുണ്ട്. അമ്മ മോനോട് പറയാണ്, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ല, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ല, അവളെ മതിയല്ല അല്ലേ, എടാ നിന്നെ ഉണ്ടല്ല 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച എന്നെ നിനക്ക് വേണ്ടല്ല, നിനക്ക് ഇപ്പോ അവളെ മതിയല്ല എന്ന് അമ്മ മോനോട് പറയാറുണ്ട്. എപ്പോഴാന്നറിയാമോ? മോൻ കല്യാണം കഴിച്ച് ഒരു പെണ്ണുമായിട്ട് വീട്ടിൽ വരുമ്പോ. ഇതേപോലെയാണ് ഇന്ന് പലരും പറയുന്നത്, ഷാജി ജോസഫ് ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, to give another example to those who are still not understand, in our typical homes we see that sometimes the mothers say to their sons that you no longer need me, you no longer love me. I brought you into this world by bearing you in my womb for 9 months, and now you have this new woman and you no longer love me, you no longer care for me. And this usually happens when the son has brought home a new bride, new wife after his marriage. So to give an example, what is happening here is something similar, where they are saying that we are no longer giving importance to Jesus. ലോക ക്രിസ്ത്യാനിത്വത്തിൽ നമ്മൾ കാണുന്നത് അവർ യേശുവിന് പ്രാധാന്യം കൊടുക്കും. എങ്ങനെയാണെന്നറിയാമോ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. യേശു വലിയവൻ, യേശു. എന്നാൽ യേശു പറഞ്ഞ കാര്യങ്ങൾക്ക്, യേശു പറഞ്ഞ സന്ദേശത്തിന്, യേശു വെളിപ്പെടുത്തിയ പിതാവിന് അവർ പ്രാധാന്യം കൊടുക്കുകയില്ല. അങ്ങനെയുള്ളവരടുക്കിലേക്ക് ആ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ യേശു കുറഞ്ഞു പോയതുപോലൊരു ഫീലിംഗ് ഉണ്ടാകും. പക്ഷെ യേശു ക്രിസ്തു വ്യക്തതയോടെ പറയുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എനിക്ക് പ്രാധാന്യം തരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ പിതാവിനെ കുറിച്ചാ. നിങ്ങൾ എന്റെ പിതാവിന് പ്രാധാന്യം തരുന്നില്ല, നിങ്ങൾ എനിക്ക് പ്രാധാന്യം തരുന്നു. അങ്ങനെയുള്ളവരാണ് സ്വർഗ്ഗരാജ്യത്തിന് പുറത്തു പോകുന്നത്. ഇതാണ് ലൂക്ക് 6:46. നമുക്കത് വായിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. Dear brothers, in the worldly Christianity, they give importance to Jesus, but even there they give importance to Jesus only in a surface manner, in the sense that they say to Jesus that you are good. They praise the goodness of Jesus, they praise the greatness of Jesus, but they don't give true importance to Jesus in the sense that they don't really obey what Jesus has commanded them to do. And that is what Jesus himself says, that you are giving me importance by calling me Lord, Lord, but you are not doing what I commanded you to do, which is to do the will of my Father who is in heaven. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണേ? ഇതുവരെ ഞാനിവിടെ എഴുതാത്ത ഒരു വചനം എന്റെ മനസ്സിൽ തെളിഞ്ഞ് ഞാനിവിടെ എഴുതാൻ പോവാണ്. യോഹന്നാൻ 17:25-26. ആ 26ാമത്തെ വചനത്തിൽ കാണാം എങ്ങനെയാണ് ഈ ലവ് വ്യാപരിക്കുന്നത്. സ്നേഹം, അഗാപ്പെ ലവ് ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. ആ പിതാവിൽ നിന്ന് ആ ലവ് പുത്രനായ ക്രിസ്തുവിലേക്ക് വരുന്നു, ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് വരുന്നു. അങ്ങനെ എങ്ങനെയാണ് അത് വ്യാപരിക്കുന്നതെന്ന് നമുക്ക് യോഹന്നാൻ 17:25-26 വാക്യങ്ങളിൽ കാണാം. 26 വായിച്ചാൽ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കേട്ടോ സഹോദരങ്ങളെ, യേശു പറഞ്ഞ കേട്ടോ പിതാവിനോട്, നീ പിതാവേ അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം
അപ്പോ ആരെ സ്നേഹിക്കുന്നു? പിതാവ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഇതാ ഈ ജനത്തിലാകുവാൻ, തന്നെ അനുഗമിക്കുന്ന ഈ ജനത്തിലാകുവാൻ, ഈ പോയിന്റ് മിസ്സാകരുത്. ഹല്ലേലൂയ. ഈ പോയിന്റ് മിസ്സാകരുത്. ഈ സ്നേഹത്തിലാണ് എല്ലാം ഉള്ളത്. അമ്മയുടെ മുലപ്പാലിലാണ് ഒരു കുഞ്ഞിന് വളരുവാനുള്ള എല്ലാം വെച്ചിരിക്കുന്നത് എന്നതുപോലെ ഈ ദൈവ സ്നേഹമായ അഗാപ്പയിലാണ് എല്ലാം ഉള്ളത്. യേശു പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഈ ജനത്തിലേക്ക് ആകുവാൻ. അപ്പൊ ഈ ജനത്തിലേക്ക് വരുന്ന സ്നേഹം എവിടുത്തെ സ്നേഹമാ? ദൈവം ക്രിസ്തുവെ സ്നേഹിക്കുന്ന സ്നേഹമാ, ദൈവത്തിന് ആരംഭിച്ച സ്നേഹമാ. അത് ഈ ജനത്തിലേക്ക് കടന്നു വരികയപ്പോ ഈ പിതാവിനെ കുറിച്ച് യേശു ക്രിസ്തു ജനത്തിന് വെളിപ്പെടുത്തുമ്പോ, ഈ പിതാവ് വെളിപ്പെടുമ്പോഴാണ് പലരും പറയുന്നത് യേശു കുറഞ്ഞുപോയി, യേശു കുറഞ്ഞുപോയത്. അറിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ദൈവം അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കട്ടെ. സത്യം അവരറിയുമ്പോൾ സത്യം അവരെ സ്വതന്ത്രം. Dear brothers, let me read one more verse which is not written here. This is John chapter 17, verse 25 and 26. And here it says, O righteous Father, although the world has not known you, yet I have known you, and these have known that you have sent me, and I have made your name known to them, and will make it known, so that the love which you have loved me may be in them. So here you can see that this is said that the love which you have loved me may be in them. It is the love of the Heavenly Father that should be in them, and that is the most important part. And in order for the love of, that is the agape of Heavenly Father, to be in them, Jesus has made I have made your name known to them, and will make it known. So Jesus has made the Heavenly Father known to us. So dear brothers, this is important. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്, ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ എല്ലാ നന്മകളും എല്ലാം ദൈവം നിങ്ങളുടെ മേൽ സമൃദ്ധിയായി വർഷിക്കുമാറാകട്ടെ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കും. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is listening to this audiovisual media. May Lord's peace, and all His blessings, may He shower upon you abundantly. വിൻഡോയിലായിരിക്കുന്ന, തുടർന്നും ഇത് ശ്രവിക്കുവാൻ പോകുന്ന ഏവരെയും ദൈവം തന്റെ വചന ചിന്തകളാൽ നിറച്ച് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനേകമായി ആത്മീകമായി വർദ്ധിപ്പിക്കാനിടയാകട്ടെ. To everyone who is listening to this right now, and to everyone who will listen to this in the future, may God fill you with His thoughts, and may God increase you abundantly. പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ധാരാളം പേര് ഇങ്ങനെ വാട്സപ്പിൽ പല പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഫീഡ് ചെയ്ത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ടൈം എന്റെ ജീവിതത്തിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ജനറലി ഈ ചോദിക്കുന്ന എല്ലാവരും ഈ ചോദ്യങ്ങളുടെ ഉത്തരം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇതിലുണ്ടെങ്കിൽ അതങ്ങ് ഉത്തരമായിട്ട് അങ്ങ് എടുത്തോളണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്ന് ഉത്തരം പറയാൻ പോകുന്ന ചോദ്യം പലരും പല നാളുകളായി പറയുന്ന ഒരു ചോദ്യമാണ്. അവര് പറയുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടാകാം. അവര് പറയുന്ന ഒരു കാര്യം, ഷാജി ജോസഫ് തന്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ചിലരുടെ മുഖം ചിരി വരുന്നുണ്ട്. കാരണം നിങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കമന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അതിനൊരു മറുപടിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. Dear brothers, today we will be addressing a question that we have received. So typically we receive quite a few questions, and we are not able to address all those questions, but I would request all of you that if to listen carefully, so that
some of your questions may get addressed in this. So today we'll be addressing a question that quite a lot of you might have encountered, especially in comments in YouTube and all. There are people who are accusing us that Pastor Shaji Joseph does not give importance to Jesus in his ministry. Today we will be addressing that question. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തുവിന് ബൈബിൾ പറയുന്ന എല്ലാ പ്രാധാന്യവും കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ബൈബിളിലെ സുവിശേഷത്തിൽ നിന്ന് വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയ ഈ ക്രിസ്തണ്ടം അല്ലെങ്കിൽ ക്രിസ്തീയ ലോകം അങ്ങനെ പറയുന്നതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവും തോന്നിയിട്ടില്ല. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് ഒരുപക്ഷെ ആശ്ചര്യം. കാരണം ബൈബിളിലെ ക്രിസ്ത്യാനിത്വം എവിടെ കിടക്കുന്നു? ഇന്ന് ലോകത്തിലെ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന വിശ്വാസം എവിടെ കിടക്കുന്നു? രണ്ട് തലമാണ്. അതുകൊണ്ട് ലോക ക്രിസ്ത്യാനിത്വത്തിൽ ഒഴുകുന്ന ഒരു ക്രിസ്ത്യാനി യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ആ വ്യക്തി ലോക ക്രിസ്ത്യാനിത്വത്തിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായത്. അവർ ലോക ക്രിസ്ത്യാനിത്വത്തിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. Dear brothers, as you know, we give all the importance to Jesus as per the Bible has given importance to him, as the Bible has given importance to him. But there are people who does not follow the gospel that is written in the 4 gospels of the Bible, and instead follow another gospel, turn aside to another gospel. To them, it feels like we are not giving Jesus his due importance. And the reason they are saying this is because they believe this other gospel with all sincerity, and because of that they think that we are not giving Jesus his due importance. ഒരു പക്ഷേ പുതിയ ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഒരു കാര്യം പറയാം. കർത്താവ് എന്നിലൂടെ സംസാരിക്കുന്ന സുവിശേഷം കർത്താവ് പ്രസംഗിച്ച സുവിശേഷം തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം. അതിന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് വിരളമാണ്. അപ്പോ ദൈവരാജ്യ സുവിശേഷം വേറെ ആരുമല്ല, സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവിന്റെ അതോറിറ്റിയാണ്. അപ്പോ സ്വർഗസ്ഥ പിതാവിന്റെ അതോറിറ്റിയെയും പ്രസംഗിക്കാത്ത ഒരു മണ്ഡലത്തിൽ ചെന്ന് സ്വർഗസ്ഥ പിതാവിനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഇത് എങ്ങനെ എടുക്കണമെന്ന് അറിയാത്ത ജനം അവരുടെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക് അവർ ഇതുവരെയും കേട്ട സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇതാ ക്രിസ്തുവിനെ അയച്ച സ്വർഗസ്ഥ പിതാവിനെ, ക്രിസ്തു പ്രസംഗിച്ച സ്വർഗസ്ഥ പിതാവിനെ, ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നത് കാണുമ്പോ അവരുടെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക് ഒരു ചിന്തയുണ്ടാകും, അയ്യോ ക്രിസ്തുവിനെ കുറിച്ച് കുറച്ചാണല്ലോ പറഞ്ഞോളൂ, ക്രിസ്തു പറഞ്ഞ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചാണല്ലോ കൂടുതൽ പറഞ്ഞേ, അതുകൊണ്ട് ക്രിസ്തു കുറഞ്ഞു പോകുന്നല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. ഹല്ലേലൂയ. Go ahead. Dear brothers, much of the Christendom has turned aside to another gospel, and the gospel that we preach is the gospel that Jesus himself preached, that is the gospel of the kingdom of God. And the core of the gospel of the kingdom of God is the heavenly Father and his kingdom on establishing his kingdom on this world, his authority on this world. And when we teach about this to those of them who have only heard about Jesus in their gospels, when we teach to them also about the kingdom of God and heavenly Father and establishing his authority on this world, to them it feels like we are not speaking about Jesus as much the others are speaking about Jesus. പ്രിയ സഹോദരങ്ങളെ, ഇനിയും മനസ്സിലാകാതെ തനി നാടൻ ആളുകൾക്ക് വീണ്ടും വേണമെന്ന് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ചില സമയത്ത് ഈ അമ്മമാര് മോനോട് പറയാറുണ്ട്, അമ്മ മോനോട് പറയാണ്, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ല, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ല, അവളെ മതിയല്ല.
അല്ലേ? എടാ, നിന്നെ ഉണ്ടല്ല 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച എന്നെ നിനക്ക് വേണ്ടല്ല, നിനക്ക് ഇപ്പോ അവളെ മതിയല്ല എന്ന് അമ്മ മോനോട് പറയാറുണ്ട്. എപ്പോഴാന്നറിയാമോ? മോൻ കല്യാണം കഴിച്ച് ഒരു പെണ്ണുമായിട്ട് വീട്ടിൽ വരുമ്പോ. ഇതേപോലെയാണ് ഇന്ന് പലരും പറയുന്നേ, ഷാജി ജോസഫ് ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഓക്കെ. To give another example to those who have still not understand, in our typical homes, we see that sometimes the mothers say to their sons that you no longer need me, you no longer love me. I brought you into this world by bearing you in my womb for 9 months, and now you have this new woman and you no longer love me, you no longer care for me. And this usually happens when the son has brought home a new bride, new wife after his marriage. So to give an example, what is happening here is something similar, where they are saying that we are no longer giving importance to Jesus. പ്രിയ സഹോദരങ്ങളെ, ലോക ക്രിസ്ത്യാനിത്വത്തിൽ മുങ്ങിപ്പോയ, അല്ലെങ്കിൽ പിശാചിന്റെ ആ കുത്തൊഴുക്കിൽ മുങ്ങിപ്പോയ ലോക ക്രിസ്ത്യാനിത്വത്തിൽ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം, സ്വർഗസ്ഥ പിതാവിനെ കാണുന്നത് വിരളമാണ്. ആ യേശു പ്രസംഗിച്ച, യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ച ആ ദൈവരാജ്യ സുവിശേഷം കേട്ടപ്പോ, അതായത് ആ മരുമോള് വീട്ടിൽ വന്നതുപോലെ ദൈവരാജ്യ സുവിശേഷം കേട്ടപ്പോ ഉടനെ മരുമകളെ വീട്ടിൽ വന്നപ്പോ അമ്മായി അമ്മയ്ക്ക് തോന്നി, ഇതുവരെയും എന്റെ നൈറ്റിക്ക് ചുറ്റും, എന്റെ സാരിത്തുമ്പിന് ചുറ്റും വട്ടം കറങ്ങി മമ്മി മമ്മി എന്നും പറഞ്ഞ് ചുറ്റി നടന്ന ഇവൻ ഇപ്പൊ നേരെ വന്ന അടുക്കളയിലേക്കല്ല വരുന്നത്, നേരെ പോകുന്നത് ദേ അവളുടെ അടുക്കളയിലേക്കാണ്. പാവ അമ്മയ്ക്ക് അറിയോ ദൈവ വ്യവസ്ഥ? പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരണമെന്നുള്ള ദൈവ വ്യവസ്ഥ അറിയാത്ത അമ്മ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിങ്കലേക്ക് ചേരണമെന്ന് അറിയാത്ത ജനം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അറിയില്ല. ദൈവം തന്നെ അവരെ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഈ സന്ദേശം അവരുടെ നിഷ്കളങ്ക മനസ്സിനെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കോണം ഇടയാക്കട്ടെ. So the world Christianity, which has gotten caught up in a current of the devil and gotten sunk down in a confusing worldly gospel, to them, when they hear the gospel of the kingdom of God, which is the gospel that Jesus himself preached, it is like a new daughter-in-law coming into their house, and their son, who till now whose center of world was them, and now the son no longer approaches them as frequently and instead approaches his wife. So to that mother does not know that is a system that God has designed, that a man should leave his father and mother and be joined with his wife. And it is the same thing, that is similar thing over here, that those who have not heard the gospel of the kingdom of God, when they hear the gospel, they don't realize that this is a system that Jesus himself has designed in his preaching. That we should be united with Heavenly Father through Jesus Christ. Okay. നമ്മൾ ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരണം, അവർ ഒരു ശരീരമായി തീരും. ഇതേപോലെ ക്രിസ്തുവിൽ നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരണം. ലോക ക്രിസ്ത്യാനിത്വത്തിൽ ഈ ഒരു സന്ദേശമേ ഇല്ല. അപ്പൊ ഈ സന്ദേശം
ഇല്ലാത്ത ലോക ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഈ സ്വർഗീയ പിതാവ് കയറി വരുമ്പോൾ ഈ മദറിലോ അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് ഉണ്ടായ വിഷമം ഇത് അറിവില്ലാത്ത വിശ്വാസികൾക്കും ഉണ്ടാകുന്നതിൽ അതിശയമല്ല. So according to the system of God, a man should leave his father and mother and be joined with his wife. Similarly, the system that God has designed for the gospel is that a man should in Christ be joined with the Heavenly Father. To a person who does not know this gospel, he is similar to this mother-in-law who does not know the system that God has designed for marriage. That this person should be joined, that the Heavenly Father comes in, and this person, we should be joined to the Heavenly Father through our Lord Jesus Christ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യേശു പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് എത്തുന്നില്ല. യോഹന്നാൻ 14:6. This is exactly what Jesus himself said, that I am the way, truth, and the life, and no one reaches the Father except through me. This is in John 14:16. 14:6. 14:6. ഇത് തന്നെയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നത്. നാം ദൈവത്തിന്റെ കുടുംബമാകുന്നു. എങ്ങനെ? അങ്ങനെ ഏകാത്മാവിനാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. എങ്ങോട്ടേക്ക്? പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ പിതാവിനെ ഒഴിവാക്കിയ ക്രിസ്തീയ സുവിശേഷങ്ങൾ, ലോക സുവിശേഷങ്ങളിൽ ഈ പിതാവ് വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് തോന്നും ക്രിസ്തുവിനുള്ള ആ സ്ഥാനം കുറഞ്ഞു പോയി എന്ന്. ക്രിസ്തുവിന്റെ സ്ഥാനം ഒട്ടും കുറയുന്നില്ല. ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് എത്തുന്നില്ല. This is also written in Ephesians chapter 2 verse 18 and 19. For through him we both have our access in one spirit to the Father. Through him, as in through our Lord Jesus, we both have access in one spirit to the Father. So here you can say, similar to Jesus says, I am the way, truth, and the life, and no one reaches the Father except through me. Here Jesus is the way through which we reach the Father. So to those who does not understand the gospel, they think that we have reduced the importance of the Father, but that is not of Jesus, but that is not true, because Jesus is the only way for us to reach the Father. ഇനി ഇത് നമ്മുടെ നാടൻ രീതിയിലാണ് ബൈബിളിലെ വചനം കമ്പയർ ചെയ്യുന്നത്. ഇനി യേശു ക്രിസ്തു ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കാണാം. ഒരു വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, യേശുവിനെ കർത്താവ് അംഗീകരിച്ച വ്യക്തിത്വങ്ങളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നു. അവിടെ യേശു ക്രിസ്തു തന്നെയും തനിക്ക് പ്രാധാന്യം തന്ന ജനത്തെയും തൻ്റെ അപ്പനെ പ്രാധാന്യം കൊടുക്കാത്ത ജനത്തെയും ഡീൽ ചെയ്യുകയാണ്. അവർ തനിക്ക് പ്രാധാന്യം തന്നു, തൻ്റെ അപ്പന് പ്രാധാന്യം കൊടുത്തില്ല. ഇവിടെ എന്നെ കുറിച്ചുള്ള പരാതി, ഷാജി ജോസഫ് ക്രിസ്തുവിന് പ്രാധാന്യം കുറയ്ക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു ഒരു കൂട്ടം ജനത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാതെ പുറത്താക്കുകയാണ്. അതിന്റെ കാരണം യേശു പറയുന്നു, നിങ്ങൾ എനിക്ക് പ്രാധാന്യം തന്നു, പക്ഷെ എന്റെ അപ്പന് പ്രാധാന്യം കൊടുത്തില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. കമ്പാരിസൺ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഈ പിതാവിന്റെ ഇഷ്ടം നിങ്ങളോട് പറഞ്ഞപ്പോ, കുഞ്ഞുങ്ങളെ, ഞാൻ അവിടെ ഒരു തെറ്റുകാരനായി മാറിയോ? അതോ ഞാൻ നിങ്ങളെ സഹായിക്കുകയായിരുന്നോ സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ? Dear brothers, till now we were thinking in a worldly analogy. Let us look at the same subject in how Jesus himself approached this subject. I will show you a verse in which people who are Jesus encounters people who gave importance to Jesus but did not give appropriate importance to the Father, and how Jesus himself reacted to that.
So now the people are accusing me that I am not giving importance to Jesus. But here we see a situation where Jesus is encountering those who gave importance to Jesus, but did not give appropriate importance to the Father, and Jesus is casting them out. And here, for he says, Lord, Lord, not everyone who says to me, Lord, Lord, will enter the kingdom of heaven. That is, they gave importance to Jesus, but but they are not going to enter the kingdom of heaven but he who does the will of my Father who is in heaven will enter, because they did not do the will of the Father. That is, they did not give importance to the Father. And have I wronged you by teaching you this important verse, dear friends? മാത്യു 7:21 ആ വാക്യം വായിക്കുമ്പോൾ അവിടെ 3 കൂട്ടരെ കാണാം. ഒന്ന് കർത്താവായ യേശു, മറ്റൊന്ന് സ്വർഗസ്ഥ പിതാവ്, മറ്റൊന്ന് മനുഷ്യൻ, അതായത് നാം ഓരോരുത്തരും. മനുഷ്യരായ നാം അവിടെ ക്രിസ്തു പറയാണ്, നിങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻസ് തന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. അത് തെറ്റെന്നല്ല, അവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മറ്റൊരാൾ യേശു പ്രസന്റ് ചെയ്യുക, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക ക്രിസ്ത്യാനിത്വത്തിൽ ഒന്നില്ലെങ്കിൽ അവിടെ പിതാവേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ട് ഏതെങ്കിലും ഭാഗത്ത് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒരു പിതാവെന്ന് പറഞ്ഞാൽ, എന്നാൽ കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ദൈവവചനം മനസ്സിലാക്കുക, തുടർന്ന് അതിൽ ജീവിക്കുക, ദൈവിഷ്ടം ചെയ്യുക, ദൈവസന്നിധിയിൽ എത്തിച്ചേരുക. Dear brothers, the verse that I am talking to is Matthew 7:21. So here we see three people in there, three characters. One is our Lord Jesus, then there is the Heavenly Father, and thirdly is the human beings who are approaching Jesus. And to these human beings, Jesus is saying that you respected me by calling me Lord, Lord. But that is, I'm not saying that is wrong, but that is not enough to enter the kingdom of God, because in order to enter the kingdom of God, you should do the will of my Father who is in heaven. So here again, we see that Jesus himself is reacting to those who have only respected him without respecting the Father. In the worldly Christianity, you see that Heavenly Father is barely mentioned, sometimes in the end of the service, or sometimes very little. And to those people, to those, let me tell you, dear brothers, run your race correctly by keeping your eyes on the final target. ലോക ക്രിസ്ത്യാനിത്വത്തിൽ നമ്മൾ കാണുന്നത്, അവർ യേശുവിന് പ്രാധാന്യം കൊടുക്കുക. എങ്ങനെയാണെന്നറിയാമോ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. യേശു വലിയവൻ, യേശു. എന്നാൽ യേശു പറഞ്ഞ കാര്യങ്ങൾക്ക്, യേശു പറഞ്ഞ സന്ദേശത്തിന്, യേശു വെളിപ്പെടുത്തിയ പിതാവിന് അവർ പ്രാധാന്യം കൊടുക്കുകയില്ല. അങ്ങനെയുള്ളവരടുക്കിലേക്ക് ആ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ യേശു കുറഞ്ഞു പോയതുപോലൊരു ഫീലിംഗ് ഉണ്ടാകും. പക്ഷെ യേശു ക്രിസ്തു വ്യക്തതയോടെ പറയുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എനിക്ക് പ്രാധാന്യം തരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ പിതാവിനെ കുറിച്ചാ. നിങ്ങൾ എന്റെ പിതാവിന് പ്രാധാന്യം തരുന്നില്ല, നിങ്ങൾ എനിക്ക് പ്രാധാന്യം തരുന്നു. അങ്ങനെയുള്ളവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇതാണ് ലൂക്ക് 6:46. നമുക്കത് വായിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത്. Dear brothers, here, in the worldly Christianity, they give importance to Jesus, but even there they give importance to Jesus only in a surface manner. The sense that they say to Jesus that you are good. They praise the goodness of Jesus. They praise the greatness of Jesus, but they don't give true importance to Jesus in the sense that they don't really obey what Jesus has commanded them to do. And that is what Jesus himself says, that you are giving me importance by calling me Lord, Lord, but you are not doing what I commanded you to do.
which is to do the will of my Father who is in heaven. So let me read, and we will read one more verse for this. Luke 6:46 നമുക്ക് വായിക്കാം. ആരെങ്കിലും വായിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവർ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷെ യേശു പറഞ്ഞത് ആ പിതാവിനും പിതാവിന്റെ ഇഷ്ടത്തിനും യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഇതാണ് യേശുവിന്റെ വ്യക്തമായ വ്യക്തിപരമായ കംപ്ലൈന്റ്. ഇനി യേശു എന്തൊക്കെയാ പറഞ്ഞത്? ചില വാക്കുകൾ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. യേശു ക്രിസ്തു പറഞ്ഞത് മുഴുവൻ തന്റെ പിതാവിനെ കുറിച്ചാണ്. ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. പക്ഷെ ഈ പിതാവിനെ കുറിച്ചോ പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ചോ ലോക ക്രിസ്ത്യാനിത്വത്തിലുള്ളവർ മിണ്ടത്തില്ല. അവർ ആകപ്പാടെ യേശുവിനെ ഞങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ച് മാത്രം അവസാനിക്കുന്നു. യേശു പറഞ്ഞതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നു. Dear brothers, the verse I'm referring to is Luke 6 verse 46. Here again Jesus says, why do you call me Lord, Lord, and do not do what I say? So here again we see that Jesus is saying the same complaint. You are calling me Lord, Lord, you are giving me respect, but you are not doing what I said. So what did Jesus say in his gospel? We see many places. Let's look at few verses. Jesus says that I came into this world to do the will of the Father who sent me. Doing the will of the Father who sent me is my food. So let us. So here again we see that Jesus himself says, "Ask us to do the will of the Father." നമുക്ക് ചില വാക്യങ്ങൾ മാത്രം. എന്താണ് യേശു പറയുന്നേ? യേശു പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന്. എന്താണ് യേശു പറയുന്നതെന്ന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. യേശു പറയുന്നത് മുഴുവൻ തന്റെ പിതാവിനെ കുറിച്ചാണ്, പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ചാണ്, പിതാവിന്റെ രാജ്യത്തെ കുറിച്ചാണ്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾ ഈ ഭൂമിയിൽ അന്വേഷിക്കുന്നതൊക്കെ ചേർത്ത് നൽകപ്പെടും. എല്ലാം പിതാവിനെ കുറിച്ചായി പറയുന്നേ. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. അതിൽ തന്നെ യോഹന്നാൻ 6:38 നമുക്ക് വായിക്കാം. വായിച്ചാൽ ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. വളരെ ക്ലിയർ ആണ്. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. അതാണ് സ്വർഗസ്ഥ പിതാവ്. ആ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചാണ് ഇന്ന് പിശാച് മറച്ചു കളയുന്നത്. ഇത് ഇന്ന് ദൈവമക്കൾക്ക് അത് മനസ്സിലാകാതിരിക്കുന്നത്. അപ്പൊ യേശു എന്തിനു പ്രാധാന്യം കൊടുത്തുവോ നാം അതിന് പ്രാധാന്യം കൊടുക്കാതെ നാം പറയുന്നു നാം യേശുവിന് പ്രാധാന്യം കൊടുത്തുവെന്ന്. നാം വെറും ഭോഷത്വമാണ് ചെയ്യുന്നത്. യേശുവിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും യേശു എന്താണോ പറഞ്ഞത് അതിന് പ്രാധാന്യം കൊടുത്തിരിക്കും. So let us look at a few more verses about Jesus. For even the verse that we mentioned earlier, seek ye first the kingdom of God, even that is about seeking the kingdom of his heavenly Father, and then everything else will be given to you. Here we see one more verse in John 6:38. For I have come down from heaven not to do my own will, but the will of him who sent me. So here again Jesus says that I have come down from heaven to do the will of my heavenly Father. And so Jesus is advising us to do the will of the heavenly Father. And what does the worldly Christianity do? Worldly Christianity praises Jesus and praises Jesus, but they don't do his will. They completely ignore the Father. They don't give the Father the due importance, and by doing that they are not doing the will of our Lord Jesus. Just by praising Jesus, if you expect to think that is the will of Jesus, then that is foolishness. ശ്രദ്ധിച്ചാട്ടെ, വീണ്ടും നമുക്ക് മറ്റൊരു വാക്യം ചിന്തിക്കുക. എന്തായിരുന്നു യേശു പറഞ്ഞത്? യേശു ക്രിസ്തു യോഹന്നാൻ 5:24 യേശു പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്. അപ്പൊ യേശു ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നേ? സ്വർഗസ്ഥ പിതാവിന്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ സന്ദേശം പ്രിയ മക്കളെ നിങ്ങൾ കേട്ടാൽ ഇതാ നിങ്ങളുടെ വിശ്വാസ വീട്ടിലേക്ക് മറ്റൊരാളും കൂടി കയറി വരികയാണ്. സ്വർഗസ്ഥ പിതാവ് കയറി വരികയാണ്. ഇതാ ഒരു മോൻ ഒറ്റയ്ക്കുള്ള ആ മോൻ കല്യാണം കഴിച്ചപ്പോൾ ആ വീട്ടിലേക്ക് ഇതാ ഒരു
മറ്റൊരു മകൾ, ഒരു ഭാര്യ, മകന്റെ ഭാര്യയാൽ ഒരു വ്യക്തി കൂടി കടന്നു വരുന്നത് പോലെ യേശു പറയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നമ്മളുടെ ഹൃദയത്തിലേക്ക് മറ്റൊരാൾ കൂടി കയറി വരികയാണ്. ആ വ്യക്തിയാണ് സ്വർഗസ്ഥ പിതാവ്. അങ്ങനെ നീ വിശ്വസിച്ചാൽ അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നിന്റെ വിശ്വാസ ജീവിതത്തിൽ യേശു മാത്രമേ നിനക്കുള്ളൂ എങ്കിൽ പ്രിയ മോനെ മോളെ, നിന്റെ ജീവിതം അപകടത്തിലാ. മത്തായി 7:21 നീ തട്ടിപ്പോകും. യേശു പറയുന്നു, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. Let us look at one more verse, dear brothers. John chapter 5 verse 24 says, truly, truly I say to you, he who hears my word and believes him who sent me. So Jesus is speaking that if you hear my word, you should believe the one who sent me, that is the Heavenly Father. So it's similar to how a child brings in a daughter-in-law into the house. If a true believer believes in Jesus, it will be not just Jesus who enters his heart, but also the Heavenly Father who enters his heart. And to such a people, Jesus says in John 5:24, truly, truly I say to you, he who hears my word and believes who sent me has eternal life and does not come into judgment, but has passed out of death into life. So, dear brothers, if in your spiritual life if there is only Jesus and not the Heavenly Father, then let me warn you, brothers, you will get rejected at the end. You should correct that mistake. ഇതേപോലെ തന്നെ യേശു ക്രിസ്തു വളരെ വ്യക്തതയോടെ യോഹന്നാൻ 14:6 എഫേസ്യർ 2:18 നമ്മൾ മുമ്പ് വായിച്ചതാണ്. ഇതാ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്വർഗസ്ഥ പിതാവിനാണ്, പിതാവിന്റെ ആ ഭവനത്തിനാണ്. ആ ഭവനത്തിന്റെ പേരാണ് ദൈവരാജ്യം. Same thing in the verses that we see Ephesians 2 and also John 14:6, where Jesus says, I am the way, truth, and the life, and no one reaches the Father except through me. Here all you see that Jesus is giving importance to the Heavenly Father and to his house. And this house of the Heavenly Father is the kingdom of God. അല്ലെങ്കിൽ ഒരു വാക്യം കൂടി, ധാരാളം വാക്യമുണ്ട്, ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് മാറാം. അതാ യേശുവിന്റെ സന്ദേശം എന്തായിരുന്നു? യേശുവിന്റെ സന്ദേശം മുഴുവൻ തന്റെ പിതാവായിരുന്നു. ലൂക്കോസ് 12:32 യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ ജീവിതം മുഴുവൻ പിതാവിന്റെ ഇഷ്ടമായിരുന്നു. യേശു നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞത് പിതാവിന്റെ ഇഷ്ടമാണ്. യേശു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ വരുവാനാണ്. യേശു ക്രിസ്തു നമ്മളോട് പ്രസംഗിക്കാൻ പറഞ്ഞത് പിതാവിന്റെ രാജ്യത്തെ കുറിച്ചാണ്. യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞത്, ചെറിയാട്ടുകളെ ഭയപ്പെടേണ്ട, ആ പിതാവ് നിങ്ങൾക്ക് കിങ്ഡം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നത്. മുഴുവൻ പിതാവ് 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 പിതാവ്. ഈ പിതാവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോകസ്നേഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ പിതാവ് തന്റെ ഹൃദയത്തിലേക്ക് ആ വിശ്വാസ ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ യേശുവിന് പ്രാധാന്യം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നതിൽ യാതൊരു അതിശയവുമില്ല. അമ്മായിയമ്മയുടെ അതേ തോട്ടാണ് അവിടെയും വന്നിരിക്കുന്നത്. Dear brothers, let me read one more verse and move on to the next subject. There are many verses about this because pretty much everything that Jesus said is about the same thing. He's about his Heavenly Father. The verse now I am reading is Luke 12 verse 32, where he says, do not be afraid, little for your Father has chosen gladly to give you the kingdom. So here again we see that Jesus is speaking about his Father. So in pretty much everything Jesus speaks about his Father. Jesus says that we should do the will of the Father. We should seek the will of the Father. Jesus asks us to pray that the will of the Father be done on this world. Jesus is asking in everything, he seeks the will of the Father. He is always my Father, my Father, my Father. And dear brothers, if you are in a worldly Christianity which does not give importance to the Father that Jesus is always speaking about, then you are in trouble. ഹല്ലേലൂയ. എന്റെ മക്കളെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയട്ടെ? ഈ അമ്മായിയമ്മയ്ക്ക് ഇതുവരെയും തന്റെ മകന്റെ സ്നേഹം മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി, മോൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു പോയി, എന്നോടുകൂടി ഇരിക്കുന്ന ടൈം കുറഞ്ഞു പോയി. ഒരു പക്ഷെ അമ്മയോടുകൂടെ ചിലപ്പോൾ നേരത്തെ അമ്മയോടുകൂടെ 70% ഇരുന്ന കൊച്ച് മോൻ ഇപ്പൊ അമ്മയോടുകൂടെ ഒരു 20%, 10% ഇരിക്കുന്നുള്ളൂ. ബാക്കി കൂടുതലും ഇതാ
തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ 20% അമ്മയ്ക്ക്, 50% ഭാര്യയ്ക്ക്, ഇതാ ഒരു 20% പപ്പയ്ക്ക്, അല്ലെങ്കിൽ 10% പപ്പയ്ക്ക്, പിന്നെ ബാക്കി എല്ലാം കൂടെ 5% മക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും കൂടി വീതിച്ചു. അപ്പൊ തന്നെ 100ആയി. ഇനി കൊടുക്കാൻ സ്നേഹമില്ല. ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ സ്നേഹം കണക്ക് കൂട്ടാൻ നോക്കിയാൽ ആകെ തെറ്റും, മൊത്തം താളപ്പഴയാകും. എന്നാൽ ദൈവരാജ്യത്തിലെ സ്നേഹം ഈ വിധമൊന്നുമല്ല, വേറൊരു വിധമാണ്. അത് നമുക്കൊന്ന് തിരിച്ചറിയാം. Dear brothers, in the analogy of the mother-in-law and the daughter-in-law and the son that I gave you, what the mother-in-law thinks is that my son still loves me, but he does not love me like before. And the reason she thinks that is that she calculates calculates the love according to the time that her son spends with her. Previously, her son used to spend like 70% of his time with her. Now he no longer does that. He spends only like 20% time with her, 50% say he spends with his wife, another 10% with his father, and the remaining he spends with his children. And it has reached 100%, and there is no longer time more to spend with the mother. And so the mother calculates the love that is her son has for her according to the time that she spends. And let me tell you, that way of calculating love is wrong. That is not the way how God wants us to calculate love, and I will show you that. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാ സ്നേഹിക്കേണ്ട ചോദ്യമുണ്ടോ? ഞാൻ കുറച്ച് സ്നേഹം അദ്ദേഹത്തിന് കൊടുത്തു, ബാക്കി സ്നേഹം ഇവർക്ക് കൊടുത്തു, അപ്പുറത്ത് കൊടുത്തു, അപ്പൊ തന്നെ എന്റെ സ്നേഹം മുഴുവൻ തീർന്നുപോയി. എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. ആ 100 രൂപയിൽ 10 രൂപ ഇയാൾക്ക് കൊടുത്തു, 10 രൂപ അയാൾക്ക് കൊടുത്തു, 10 രൂപ ഇയാൾക്ക് കൊടുത്തു, 10 രൂപ മോന് കൊടുത്തു, അവർക്ക് കൊടുത്തു, ഇവർക്ക് പിന്നെ ഒന്നുമില്ല. എന്റെ സ്നേഹം മുഴുവൻ തീർന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇവിടെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ട ദൈവരാജ്യത്തിലെ വൺ ബോഡി ലവ് സിസ്റ്റം. ആ വൺ ബോഡി ലവ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ആർക്കും ഒരു പരാതി ഉണ്ടാകത്തില്ല. എല്ലാവർക്കും കിട്ടേണ്ട സ്നേഹം കിട്ടുവാനായിട്ട് ഇടയാകും. Dear brothers, now some of you may ask, then how should I love? Because the total number of time I have is limited. It's like I have 100 rupees. I gave 10 rupees to this person, 10 rupees to this person, 10 rupees to that person, and eventually it simply runs out. So how am I supposed to love and satisfy everyone? So in this scenario, let me tell you, brothers, what we should use is the one body love system of the kingdom of God. And if we use that love system, then everyone will be satisfied and no one will have complaint. ഇവിടെയാണ് വൺ ബോഡി ലവ് സിസ്റ്റം ഉപയോഗിക്കേണ്ടത്. എഫേസ്യ ലേഖനം 5:29 ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഒരു സിസ്റ്റം പറഞ്ഞിരിക്കുന്നു. ആരും ഒരു നാളും തന്റെ ശരീരത്തെ പകച്ചിട്ടില്ല. മനസ്സിലായോ? ആരും ഒരു നാളും തന്റെ ശരീരത്തെ പകച്ചിട്ടില്ല. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു സിസ്റ്റം നാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനോഹരമായി ചെയ്യുവാൻ, സ്നേഹിപ്പാൻ, പ്രവർത്തിപ്പാൻ ഒക്കെ കഴിയും. ഈ സിസ്റ്റം അറിയാത്തത് കൊണ്ടാണ് പലരും തങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് തട്ടി വീഴുന്നത്. Dear brothers, in order to succeed in love, we should use the one body love system. And let me give you a verse. This is Ephesians chapter 5, verse 29. For no one ever hated his own flesh, but nourishes and cherishes it, just as Christ also does the church. So here we see that just as Christ also does the church, no one has ever hated his own body. And if we use this one body love system, then we will no longer we will be doing it correctly, and no one will have a complaint. If we do it according to our worldly mind, then we won't be able to satisfy everyone. Hallelujah. പ്രിയ സഹോദരങ്ങളെ, വൺ ബോഡി ലവ് സിസ്റ്റത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും നമ്മളും കൂടി ഒറ്റ ശരീരമാണ്, ഒറ്റ ബോഡിയാ. സ്വർഗസ്ഥ പിതാവും തല, ക്രിസ്തു ശരീരം, നമ്മളാ ക്രിസ്തുവിലെ അവയവങ്ങൾ. ഈ സിസ്റ്റത്തിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെട്ടു. അവിടെ ഇതാ ഒരാൾക്ക് കുറച്ച് സ്നേഹം, മറ്റൊരാൾക്ക് കൂടുതൽ സ്നേഹം, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അവരർഹമായ സ്നേഹം.
ആ ദൈവത്തിൽ നിന്ന് അഗാപ്പേ ലവ് ഒഴുകാൻ തുടങ്ങും. അത് നമുക്ക് മനസ്സിലാക്കാം. Dear brothers, in the one body system, we are all part of one body love system. We are all part of one body with Heavenly Father as the head and Jesus as the body, and we are all organs in that body. And if we use this one body love system, then all of us will get our appropriate love from the agape love from the Father will flow into all of us, and we will all be happy. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ സ്വാർത്ഥപരമായ സ്നേഹമൊക്കെ വിട്ടിട്ട് ഇതാ നമുക്ക് ടാബർനാക്കിൾ മോഡൽ ഓഫ് അഗാപ്പേ ലവ് ഓർ വൺ ബോഡി ലവ് സിസ്റ്റം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ടാബർനാക്കിൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ടോപ്പിൽ ഗോഡ് ദ ഫാദർ എന്ന് എഴുതി വെച്ചിരിക്കും. Dear brothers, let us leave aside the worldly system of love and use the one body love system. Use the one body love system. And in this one body love system, you can see the image that I have shared, or it says use tabernacle model of agape love or one body love. And in this you can see an image, and you can see that at the top of the image we can see God the Father. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ ടാബർനാക്കിൾ കൊണ്ടുവച്ചേക്കണെന്ന്. ടാബർനാക്കിൾ ഒരു ബോഡി സിസ്റ്റമാണ്. നമ്മൾ ഒരു ടാബർനാക്കിളാണ്. ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ദൈവത്തിന്റെ ടാബർനാക്കിൾ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അപ്പോ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി. ഇന്ന് ആദത്തിൽ നാം ഓരോരുത്തരും സെപ്പറേറ്റ് ടാബർനാക്കിളായി വ്യക്തിപരമായി ഓരോ ഐലൻഡുകൾ പോലെ നാം നിലകൊള്ളുകയാണ്. എന്നാൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഇങ്ങനെയല്ല. നാം ദൈവവുമായി, ദൈവത്തിന്റെ ഉള്ളിലായിരിക്കും, ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും, ദൈവവുമായി കൂടാരമായിരിക്കും. അതുകൊണ്ടാണ് കൂടാര ബോഡി സ്ട്രക്ചർ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇടയായത്. Dear brothers, now you may ask why a tabernacle, why a tent-like structure? And the reason for that is in the kingdom of God, we are all part inside that tent, inside the body of God. Right now, we are all living separately in our own identities as individuals. But in the kingdom of God, we will all be part of this one tabernacle, one tent. That is the body of God. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദത്തിൽ പലരായ നാം ക്രിസ്തുവിൽ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. വൺ ബോഡി സിസ്റ്റത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. This is why the word of God says that we who were many in Adam, we have been called to be one in the body of Christ. ശ്രദ്ധിച്ചേ, ഇവിടെ പലരും ചോദിക്കുന്നു, അപ്പൊ ഞങ്ങൾ ഇനി എങ്ങനെ സ്നേഹിക്കും? അപ്പൊ സ്വർഗീയ പിതാവിനെ കൂടുതൽ സ്നേഹിക്കണോ, ക്രിസ്തുവെ കൂടുതൽ സ്നേഹിക്കണോ, സ്വർഗീയ പിതാവിനെ കൂടുതൽ ആരാധിക്കണോ, ക്രിസ്തുവെ കൂടുതൽ ആരാധിക്കണോ, അതോ ആരാധന മുറിച്ച് പപ്പാതിയായിട്ട് കൊടുക്കണോ എന്നൊക്കെ പല കൺഫ്യൂഷൻ ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതിന് യേശുക്രിസ്തു തന്നെ നിങ്ങളോട് മറുപടി പറയട്ടെ. ഒരിക്കല് ശ്രദ്ധിക്കട്ടോ, യേശുക്രിസ്തുവിനെ വാക്കിൽ പിടിക്കാൻ വേണ്ടി പലരും വന്നപ്പോ അവരോട് യേശു വളരെ ജ്ഞാനത്തോടെ സംസാരിക്കുന്നത് കേട്ട് ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാന്ന് ചോദിച്ചു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, ഞാനല്ലാട്ടോ, യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തതും വലിയതുമായ കൽപ്പന. അപ്പൊ മനസ്സിലായോ? യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ദൈവമായ കർത്താവെന്ന് പറയുന്നത് തന്റെ അപ്പനെയാണ്, സ്വർഗസ്ഥ പിതാവിനെയാണ്. അപ്പൊ യേശു ആരാണ്? യേശു കർത്താവാണ്. കർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ പേരല്ല, അത് മനസ്സിലാക്കണം. കർത്താവ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്, സ്ഥാനപ്പേരാണ്. മനസ്സിലായോ? ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇങ്ങനെയുള്ള വീട്ടില് ഹെഡ് ഉണ്ട്, വീട്ടില് കർത്താവുണ്ട്. സാറ അബ്രാഹത്തെ കർത്താവേ, അഡോണായ്, കുരിയോസ് എന്ന എബ്രായ ഗ്രീക്ക് ഭാഷകൾ വരുന്ന ആ കർത്താവേ എന്ന് വിളിച്ചാണ്
സാര അബ്രഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുന്നത് എല്ലാം സ്വർഗസ്ഥ പിതാവല്ല, കർത്താവ് എന്ന് പറയുന്നത് എല്ലാം യേശു അല്ല, കർത്താവ് എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തികളല്ല, അതൊരു സ്ഥാന പേരാണ്. അത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി നാം അത് തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ, അതായത് സ്വർഗസ്ഥ പിതാവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. യേശു പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ, ഇനി ഇത് മാറ്റരുത് കേട്ടോ. അപ്പൊ യേശു പറയാണ്, ഇതാ ഈ വലിയ കൽപ്പന പ്രകാരം നമ്മൾ പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുക. Dear brothers, now some of you may be asking, so how should we love? How should we love the Father more, or should we love our Lord Jesus more? So in this regard, let us look at the verse that Jesus himself says. So there was an incident where the Pharisees and the Sadducees, they tried to catch Jesus in his own words, and when such a situation happened, Jesus wisely answered them. And at that point of time, one scribe approaches Jesus and says, so he was impressed how Jesus was able to answer all of them correctly. He approaches Jesus and says, what is the greatest commandment? And Jesus says that you shall love the Lord your God with all your heart, soul, and strength, heart, mind, and strength. And here you should know that the Lord here refers to the title. Here it refers to Heavenly Father. So just to clarify, every time we say Lord, we don't always mean Jesus. If Lord just means Lord or Adonai or Kyrios, which means it's a title. For example, Sarah used to refer to Abraham as Lord. So Lord is not always used for Jesus or for Heavenly Father or for Abraham. It depends on the context. So here you can say that Jesus is referring to his Heavenly Father as the Lord. And he says that the first and most important command is you should love the Lord your God with all your heart, soul, and spirit. മാർക്കോസ് 12:30 വാക്യം ശബ്ദമുയർത്തി വായിച്ചേ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോ ചിലർക്ക് തോന്നുന്നു ഇത് യേശു കർത്താവിനെ കുറിച്ച് തന്നെ യേശു കർത്താവ് പറയുകയാണ് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വളരെ വ്യക്തതയോടെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ അവിടെ ശമരിയാക്കാരത്തിയായ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്ന രംഗം നമുക്ക് കാണാം. ഇതാ നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്നു, ഇതാ ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു എന്ന ആ ഒരു കോണ്ടെക്സ്റ്റുമായി സംസാരവുമായുള്ള ബന്ധത്തില് യേശു ക്രിസ്തു പറയുന്ന ആ രംഗം കാണാം. ആരെയാണ് ആരാധിക്കേണ്ടത്? ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനല്ല, യേശു ഉത്തരം പറയുകയാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്? യോഹന്നാൻ 4:23 മുതൽ വായിക്കുമ്പോ അവിടെ യേശു ക്രിസ്തു പറയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ യേശുവിന്റെ ഹൃദയം നിറഞ്ഞ കവി എന്നാണ് അതിനെ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മനസ്സിൽ ആരെയാണ് നമ്മൾ അത്യുന്നതനായ ദൈവമായി ആരാധിക്കേണ്ടതെന്ന് വളരെ വ്യക്തതയോടെ യേശുക്രിസ്തു പറയാണ്, അത് തന്റെ പിതാവാണ്. എന്നിട്ട് വീണ്ടും യേശു പറയാണ്, ഇതാ തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. വീണ്ടും പറയാണ്, യേശു പറയാണ്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ യേശു ക്രിസ്തു വ്യക്തതയോടെ പറയുന്നത് തന്റെ അപ്പനാണ് അത്യുന്നതനായ ദൈവം. പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ, അതായത് 100% പൂർണ്ണ ആത്മാവ് 100% ആത്മമണ്ഡലത്തിൽ പൂർണ്ണ ഹൃദയത്തിൽ 100% പൂർണ്ണ മനസ്സ്, നിന്റെ ആ മനസ്സിൽ 100% പൂർണ്ണ ശക്തിയോടെ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി നിനക്ക് 0.001% പോലും ഒന്നും ബാക്കിയില്ല. നീ പൂർണ്ണമായും ഈ സ്വർഗസ്ഥ പിതാവിനെ, ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. നോ ബാലൻസ്. Dear brothers, the verse we read was Mark 12:29. Jesus answered, the foremost is this, hear, O Israel, the Lord our God is one Lord, and you shall love the Lord your God with all your heart and with all your soul and with all your mind and all your strength.
So now some of the people may say that the Lord here refers to Jesus himself, but but let us look at another verse to clarify that. This is John chapter 4. Here Jesus is encountering the Samaritan woman, and here he is advising her, and here Jesus says, "But an hour is coming, and now is when the true worshippers will worship the Father in spirit and truth." So you can see that Jesus says that the one that the true worshippers should worship as the Almighty God, as the Most High God, is the Father and not himself. And here Jesus says the Almighty, the Most High God, is the Father and not himself. And to such, Jesus says, for such people the Father seeks to be his worshippers. Jesus further says, God is spirit, and those who worship him must worship in spirit and in truth. So here Jesus himself says that we should worship his Father. And yeah, as Mark 12 says, Jesus says we should love the Lord your God with all your heart and with all your soul and with all your mind and with all your strength. So by all what Jesus means, it should be 100%, and there should not even be a 0.01% left. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? 100%. ഇത് തിരിച്ചറിയണം. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ 50% യേശുവിനും 50% പിതാവിനും എങ്ങനെ ഞാൻ സ്നേഹിക്കും? എന്റെ മോളെ യേശുക്രിസ്തു പറയണം, നീ 100% പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. ഇനി ഒന്നും ബാലൻസ് ഇല്ല. യഹൂദന്മാർ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി ഒരു പ്രാവിനെയും കൊണ്ട് പോകുമ്പോൾ അവർ ആ പ്രാവിനെ അവിടെ ആ സാക്രിഫൈസിങ് ടേബിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും കത്തിപ്പോകും. ഇതേപോലെ ആരാധന, നമ്മളുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള ആരാധനയിൽ നാം പൂർണ്ണമായും ദൈവത്തിൻ്റെതായി തീരണം. അങ്ങനെ നാം പൂർണ്ണമായും ദൈവത്തിൻ്റെതായി തീരുമ്പോ പിന്നെ നമുക്കൊന്നും ബാക്കിയില്ല. അപ്പോൾ നാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാകും, പൂർണ്ണമായി ദൈവത്തിൻ്റെതാകും. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് നമ്മളോട് കൽപ്പിക്കും. നിങ്ങൾ ചോദിക്കും, അപ്പൊ യേശുവിന് എന്ത് ചെയ്യണം? അപ്പൊ ഉടനെ സ്വർഗസ്ഥ പിതാവ് കൽപ്പിക്കും, ഇപ്പൊ നീ പൂർണ്ണമായി എന്റേതല്ലേ? നീ എന്നെ ബഹുമാനിച്ചതുപോലെ എന്റെ പുത്രനായ നിന്റെ കർത്താവായ ക്രിസ്തുവെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഇതാണ് ടാബർനാക്കിൾ മോഡൽ ഓഫ് ലവ്. ഹല്ലേലൂയ. ഇത് നാം തിരിച്ചറിയണം. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്വർഗസ്ഥ പിതാവ് നാം പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആ സ്വർഗസ്ഥ പിതാവിനെ സ്നേഹിച്ചു. ആ സ്നേഹിക്കുമ്പോ, ആ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ പിതാവ് കൽപ്പിക്കുകയാണ്. ടാബർനാക്കിൾ താഴേക്ക് വളരുന്നത് കണ്ടോ? പിതാവ് കൽപ്പിക്കുകയാണ്, എന്നെ ബഹുമാനിച്ചതുപോലെ നീ എന്റെ പുത്രനായ ക്രിസ്തുവിനെയും ബഹുമാനിക്കുക. ഇതാണ് നമ്മളോടുള്ള കൽപ്പന പിതാവിൻ്റെത്. വായിക്കുക യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. Go ahead, brother. So some of you may ask, how do we love our Lord Jesus only 50% or anything like that? But what Jesus says in Mark 12 is that we should love the Father with all our heart, with all your soul, with all everything. So we should love the Father fully. So it's like how the Jews used to bring sacrifices to the altar, and the sacrifice is entirely God's. So in the same way, once we love our Father with all our heart, with everything that we have, then we are God's. We become entirely God's, and we are no longer ours. And in that case, once we belong entirely to our Heavenly Father, then the Heavenly Father will command to us that just like you honor me, honor my Son Jesus as well. And this is the tabernacle model of love. This is the one body love. And we see that in John 5:22, where Jesus says, for not even the Father judges anyone, but he has given all judgment to the Son, so that all will honor the Son even as they honor the Father. So our Heavenly Father, once he receives all the honor, he demands us to make sure that we honor the Son just as we honor the Father. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ചിന്തിക്കുകയാണ്.
സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രന്മാരെ ഹോണർ ചെയ്യുന്നതിൽ വളരെ മുൻപിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇതാ ഹെബ്രായലേഖനം 1:6 ഈ പുത്രൻ ഇനി ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ ദൈവത്തിന്റെ സർവ്വദൂതന്മാരും കൂടെ ഈ പുത്രനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഹെബ്രായലേഖനം 1:6 കാണാം. കാരണം ഈ പുത്രൻ ആരാന്നറിയാമോ? ഈ പുത്രൻ ദൈവത്തിന്റെ സർവപ്രപഞ്ചത്തിന്റെയും രാജാവാണ്, അഭിഷിക്തനാണ്, ദൈവത്താൽ ഓർഡൈൻ ചെയ്യപ്പെട്ട ദൈവത്തിന്റെ രാജാവാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുഴങ്കാലുകളും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ, യേശു ക്രിസ്തുവിന്റെ മുകളിലുള്ള പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാവരുടെയും മുട്ടുകൾ യേശുവിന് മടങ്ങുകയും യേശുവാണ് കർത്തൃത്വം വഹിക്കുന്നതെന്ന് സകല നാവുകളും ഏറ്റുപറയേണ്ടി വരും. യേശുവിനെ കർത്താവിനെ ഏറ്റുപറയേണ്ടതായിട്ട് വരും. അതിന്റെ വാക്യങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നത് ആണ്. Dear brothers, our Heavenly Father is someone who honors His Son very, very highly. And we see that in Hebrew 1:6. This is about Jesus coming. We already saw that our Heavenly Father is asking us to honor Jesus even as we honor Him. And now again in Hebrew 1:6 verses, and He will bring, and when He brings the firstborn into the world, He says, let the angels of God worship Him. That is, angels of God bow down to Jesus. This is the Jesus who is referring to as the firstborn. And this is because here what Jesus is the appointed heir to the entire creation. He's the King of Kings, the King of the ruler of all the kings in the world, the King of Kings, the ruler of over all our rulers in the world, and God has appointed Him as the ruler. And that's why in the verse there is the verse says that every knee shall bow, every tongue confess to the honor of our Heavenly Father in heaven, that every knee in whether in heaven or earth or in the heights, every knee shall bow, every tongue confess to the honor of our Heavenly Father that Jesus Christ is Lord. And that is, everyone should accept that Jesus Christ is the ruler. Everyone should accept that Jesus Christ is the Lord. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് സങ്കീർത്തനം 2-ാം അധ്യായം 2, 6, 12 വാക്യങ്ങൾ പെട്ടെന്ന് ശബ്ദമുയർത്തി വായിച്ചാണ്. സങ്കീർത്തനം 2-ാം അധ്യായം 2, 6, 12 യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിച്ചാട്ടെ, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും, അഭിഷിക്ത രാജാവ്, യഹോവ രാജാവാക്കി അഭിഷേകം ചെയ്ത തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ ആ ക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു എന്ന് കേൾക്കാം. വായിക്കേ. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പൊ യഹോവയായ ദൈവം ക്രിസ്തുവിനെ ഇതാ രാജാവായി വാഴിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാം, ഈ ഭൂമിയിലുള്ള നമ്മളോട് അതിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പൻ പുത്രനെ ചുംബിപ്പിൻ. വായിക്ക് 12-ാം വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഇനി വെളിപ്പാട് 1:5 ഈ പുത്രൻ ആരാണ്, എവിടത്തെ രാജാവാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂരാജാക്കന്മാർക്ക് അധിപതി ആയ ക്രിസ്തു. ഭൂമിയിലെ എല്ലാ രാജാക്കന്മാർക്കും അധിപതിയായ ക്രിസ്തു. മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോ ഏത് രാജാക്കന്മാരുടെ മുകളിൽ, ഭൂരാജാക്കന്മാരുടെ മുകളിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട, സ്വർഗസ്ഥ പിതാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തനാണ്, രാജാവാണ്, മിശിഹയാണ് ക്രിസ്തു. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ക്രിസ്തുവിനെ നാം കൊടുക്കുന്ന ആരാധന അല്ലെങ്കിൽ ബഹുമാനമാണ് ഇന്ന് സ്വർഗസ്ഥ പിതാവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നാം ബഹുമാനിക്കുമ്പോൾ ആ പിതാവ് പറയാണ്, ഞാൻ നിർത്തിയിരിക്കുന്ന എന്റെ പുത്രനെ, എന്റെ രാജാവിനെ, എന്റെ അഭിഷിക്തനെ സർവപ്രപഞ്ചവും വണങ്ങണം. ആ നിയമം നമ്മൾ അനുസരിച്ചേ പറ്റൂ. Dear brothers, let us read one more verse. This is Psalms 2 verse. Let us read verse 2, verse 6, as well as verse 12.
in verse 2, it reads, the kings of the earth take the stand and the rulers take counsel together against the Lord and against his anointed, saying. So here we see the kings of the earth, and they are gathering together against the Lord and against his anointed. But in verse 6, the Lord himself replies to them, says, but as for me, I have installed my king upon Zion, my holy hill, my holy mountain. So Yahweh God says that I have installed my king upon Zion, my holy mountain. That is our Lord Jesus. And again, he says at the very end, says, do homage to the Son, that he not become angry and you perish in the way, for his wrath may soon be kindled. How blessed are all who take refuge in him. So here again we say that Heavenly Father is asking us to do homage to the Son so that we won't get destroyed in the way. So we see at the beginning there are the rulers gathering together against Jehovah God, but Jehovah God is saying that I have installed my king on Zion, and then asking us to do homage to the Son. This is again seen in Revelation 1 verse 5. And from Jesus Christ, the faithful witness, the firstborn of the dead, and the ruler of the kings of the earth. So we can see Jesus Christ is the ruler of the kings of the earth. So we can see Jesus Christ, the ruler of the kings of the earth, the anointed king of all creation, and our Heavenly Father. When we worship him, when we love him with all our heart, soul, mind, at that time, our Heavenly Father asks us that we should do homage to our Lord Jesus, who is the anointed ruler of all of us all, and we should bow down to him. And that's how our Heavenly Father honors our Lord Jesus. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ സ്വർഗസ്ഥ പിതാവ് പറയാണ്, ഇതാ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത് പോലെ എന്റെ പുത്രനെ ബഹുമാനിക്കുക, എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്റെ പുത്രനെ സ്നേഹിക്കുക. ഇതാ ഇനി പുത്രൻ നമ്മളോട് പറയുകയാണ്, ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പര സ്നേഹിപ്പേ. ടാബർനാക്കിൾ വീണ്ടും വളരുകയാണ്, താഴേക്ക് വളരുകയാണ്. നോക്കിക്കോളൂ, താഴേക്ക് വളരുകയാണ്. ടാബർനാക്കിൾ താഴേക്ക് വളരുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പര സ്നേഹിപ്പിൻ. പിതാവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിപ്പേ, എന്നെ സ്നേഹിക്കുന്നത് പോലെ പുത്രനെ സ്നേഹിപ്പേ. പുത്രൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പേ. അങ്ങനെ സ്വർഗീയ പിതാവിന്റെ സ്നേഹം, അഗാപ്പേ ലവ്, ക്രിസ്തുവിലുള്ള ഒരുവനിലൂടെ ഇതാ താഴേക്ക് ഒഴുകി, ജനത്തിലേക്ക് ഒഴുകി, സർവപ്രപഞ്ചത്തിലേക്ക് അത് വ്യാപരിക്കാനിടയാകും. നമുക്ക് വായിക്കാം യോഹന്നാൻ 13:34. ശബ്ദം നിർത്തി വായിച്ചാൽ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. Hallelujah. Praise God. Go ahead, brother. So dear brothers, we see how our Heavenly Father first in the tabernacle system, we give all the love and honor to our Heavenly Father. And the Heavenly Father says, just as like you honored and loved me, you should love my son Jesus as well. But again, we see that further our Lord Jesus himself says that you should love one another even as I have loved you. So you can see that the tabernacle is expanding with the Heavenly Father at the top, then Jesus, and then it's expanding to everyone else. And this is in John chapter 13, verse 34. Jesus says, a new commandment I give to you, that you love one another even as I have loved you, that you also love one another. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, ടാബർനാക്കിൾ ശ്രദ്ധിച്ചോല്ലേ, പിതാവിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, പുത്രനിലൂടെയാണ് താഴേക്ക് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുകളിൽ നിന്ന് താഴേക്ക്, പിതാവിൽ നിന്ന് താഴേക്ക് വരുന്ന ഈ ബഹുമാനത്തിൽ, ഈ സ്നേഹത്തിൽ ശ്രദ്ധിക്കുക, ഇത് മുഴുവൻ ദൈവസ്നേഹമാണ്. ഇവിടെ മനുഷ്യ സ്നേഹം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയല്ല. ശ്രദ്ധിക്കുക, ഇവിടെ മനുഷ്യ സ്നേഹം മുഴുവൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഈ മനുഷ്യ സ്നേഹം മുഴുവൻ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, അത് മുഴുവൻ പിതാവിനെ കൊടുക്കുന്നേ. ഹല്ലേലൂയ. പിന്നെ
അങ്ങനെ പൂർണ്ണമായിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഒന്നും ബാക്കിയില്ല. ആ പ്രാവിനെ യാഗപീഠത്തിൽ കൊടുത്ത പ്രാവ് ചാരമായി പോയി. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇതാ അവിടെ 0 ആയി തീരുകയാണ്. പിന്നെ നമ്മൾ ആരംഭിക്കുന്നത് ക്രിസ്തുവിന് കൊടുക്കുന്ന ബഹുമാനം, സ്നേഹമല്ല, പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന പിതാവിന്റെ കൽപ്പനയാൽ നാം സ്നേഹിക്കുന്ന സ്നേഹമാണ് നാം ക്രിസ്തുവിന് കൊടുക്കുന്നത്. അത് ഉയരത്തിൽ നിന്ന് താഴേക്ക് വരികയാണ്. തുടർന്ന് ക്രിസ്തുവോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിപ്പേൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു. ഈ അഗാപ്പെ സ്നേഹം, പിതാവിൽ നിന്നുള്ള സ്നേഹം നമുക്ക് നൽകി. ഇനി നമ്മളോട് പറയാണ്, ആ സ്നേഹം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പേൻ. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നത് ആ പിതാവിൽ നിന്ന് ആരംഭിച്ച സ്നേഹമാണ്, നമ്മുടെ മനുഷ്യ സ്നേഹമല്ല. Dear brothers, here if you notice that the love that starts from Heavenly Father goes to Jesus and goes to the rest of us, this is not our human love, this is God's love. So we present ourselves with full heart, soul and mind to our Heavenly Father, and then we are no more, we have become ashes like a pigeon that has been sacrificed in the altar in the Old Testament. And from then on, the love that goes from the Father goes to the Son, and from the Son to the rest of us. And here the love that happens is not our human love, it is God's love. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ നമ്മളുടെ സ്വാർത്ഥപരമായ മനുഷ്യ സ്നേഹം ഡിവൈഡ് ചെയ്ത് കുറച്ച് യേശുവിനും കുറച്ച് പിതാവിനും കൊടുക്കുകയല്ല. പകരം നമ്മളുടെ സ്നേഹം പൂർണ്ണമായി, നമ്മുടെ ജീവിതം പൂർണ്ണമായ പൂർണ്ണാത്മാവോട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ആ സ്വർഗസ്ഥ പിതാവിന് ആരാധനയായി, ചാരമായി നമ്മൾ മാറുകയാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളില്ല. ആ പിതാവ് നമ്മളോട് കൽപ്പിക്കുകയാണ്, ഇതാ നിങ്ങൾ എന്നെ ബഹുമാനിച്ചതുപോലെ പുത്രനെ ബഹുമാനിക്കുന്നു പറയുമ്പോ നമ്മൾ പിന്നെ പുത്രനെ ബഹുമാനിക്കുന്നത് പിതാവിന്റെ കൽപ്പനയാലാണ്. ആ പുത്രന് കിട്ടുന്ന ബഹുമാനം പിതാവിന്റെ ബഹുമാനം. പിതാവ് പറഞ്ഞിട്ട് നമ്മൾ പുത്രനെ ബഹുമാനിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാം ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ആ പിതാവിന്റെ സ്നേഹം പുത്രന് വന്നു. തുടർന്ന് ആ പുത്രൻ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോ നാം പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ. എല്ലാം ആരംഭിക്കുന്നത് ആ ടാബർനാക്കിളിന്റെ ടോപ്പായ ആ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. പുത്രനായ ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരിലേക്ക്, നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് അത് വ്യാപരിക്കുകയാണ്. ഒരു ടാബർനാക്കിൾ മെത്തേഡ്, വൺ ബോഡി ലവ് സിസ്റ്റം. Dear brother, this is not the selfish human love where we divide our love between different fathers, different peoples. This is the love as our Lord Jesus says, that we love our Heavenly Father with all our heart, with all our soul and mind. And once that is done, we are no longer there. We have become ashes like the pigeon in the altar. And from then on, the love that goes from the Heavenly Father, it's the divine love that goes from Heavenly Father to our Lord Jesus. And then through Jesus, we love the others as well. As Jesus says, even as I loved you, you have to love one another. So Jesus says, just as I have loved you, you have to love one another. So you remember, dear brothers, this is not the selfish human love. This is the God's love, and this is the tabernacle system. സഹോദരങ്ങളെ, ഇതെങ്ങനെയാ വർക്ക് ചെയ്യണേ? ഇതുവരെ ഞാനിവിടെ എഴുതാത്ത ഒരു വചനം എന്റെ മനസ്സിൽ തെളിഞ്ഞ് ഞാനിവിടെ എഴുതാൻ പോവാണ്. യോഹന്നാൻ 17:25-26. ആ 26-ാമത്തെ വചനത്തിൽ കാണാം എങ്ങനെയാണ് ഈ ലവ് വ്യാപരിക്കുന്നത്. സ്നേഹം, അഗാപ്പെ ലവ് ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ആ പിതാവിൽ നിന്ന് ആ ലവ് പുത്രനായ ക്രിസ്തുവിലേക്ക് വരുന്നു, ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് വരുന്നു. അങ്ങനെ എങ്ങനെയാണ് അത് വ്യാപരിക്കുന്നതെന്ന് നമുക്ക് യോഹന്നാൻ 17:25-26 വാക്യങ്ങളിൽ കാണാം. 26 വായിച്ചാട്ടെ. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും
ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കേട്ടോ സഹോദരങ്ങളെ, യേശു പറഞ്ഞ കേട്ടോ പിതാവിനോട്, നീ പിതാവേ അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. അപ്പോ ആരെ സ്നേഹിക്കുന്നു? പിതാവ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഇതാ ഈ ജനത്തിലാകുവാൻ, തന്നെ അനുഗമിക്കുന്ന ഈ ജനത്തിലാകുവാൻ, ഈ പോയിന്റ് മിസ്സാകരുത്. ഹല്ലേലൂയ, ഈ പോയിന്റ് മിസ്സാകരുത്. ഈ സ്നേഹത്തിലാണ് എല്ലാം ഉള്ളത്. അമ്മയുടെ മുലപ്പാലിലാണ് ഒരു കുഞ്ഞിനെ വളരുവാനുള്ള എല്ലാം വെച്ചിരിക്കുന്നത് എന്നതുപോലെ ഈ ദൈവ സ്നേഹമായ അഗാപ്പയിലാണ് എല്ലാം ഉള്ളത്. യേശു പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഈ ജനത്തിലേക്ക് ആകുവാൻ. അപ്പൊ ഈ ജനത്തിലേക്ക് വരുന്ന സ്നേഹം എവിടുത്തെ സ്നേഹമാ? ദൈവം ക്രിസ്തുവെ സ്നേഹിക്കുന്ന സ്നേഹമാ, ദൈവത്തിന് ആരംഭിച്ച സ്നേഹമാ. അത് ഈ ജനത്തിലേക്ക് കടന്നു വരികയപ്പോ ഈ പിതാവിനെ കുറിച്ച് യേശു ക്രിസ്തു ജനത്തിന് വെളിപ്പെടുത്തുമ്പോ, ഈ പിതാവ് വെളിപ്പെടുമ്പോഴാണ് പലരും പറയുന്നത് യേശു കുറഞ്ഞുപോയി, യേശു കുറഞ്ഞുപോയത്. അറിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ദൈവം അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കട്ടെ. സത്യം അവരറിയുമ്പോൾ സത്യം അവരെ സ്വതന്ത്രമാണ്. Dear brothers, let me read one more verse which is not written here. This is John chapter 17, verse 25 and 26. And here it says, O righteous Father, although the world has not known you, yet I have known you, and these have known that you have sent me, and I have made your name known to them, and will make it known, so that the love which you have loved me may be in them. So here you can see that this he says that the love which you have loved me may be in them. It is the love of the Heavenly Father that should be in them. And that is the most important part. And in order for the love of, that is the agape of Heavenly Father to be in them, Jesus have I have made your name known to them and will make it known. So Jesus has made the Heavenly Father known to us. So dear brothers, this is important. ഹല്ലേലൂയ, കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ചിന്തിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? യേശുവിന് കുറച്ച് മനുഷ്യ സ്നേഹം കൊടുത്തു, പിതാവിന് കുറച്ച് മനുഷ്യ സ്നേഹം കൊടുത്തു, അങ്ങനെയല്ല. നമ്മളുടെ സ്നേഹം പൂർണ്ണമായും സ്വർഗസ്ഥ പിതാവിന് നമ്മൾ കൊടുത്ത് നമ്മൾ ആരാധനയായി നമ്മൾ ഇതാ അവിടെ അവസാനിക്കുമ്പോൾ പിന്നെ ആ പിതാവ് നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ ബഹുമാനിച്ചതുപോലെ പുത്രനെയും ബഹുമാനിക്കുക. അവിടെ എല്ലാ ബഹുമാനവും ആരംഭിക്കുന്നത് പിതാവിൽ നിന്ന്. തുടർന്ന് പുത്രൻ നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുക. ഇതെല്ലാം ആരംഭിക്കുന്നത്, ഈ സ്നേഹമെല്ലാം തുടങ്ങുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്, ക്രിസ്തുവിലൂടെയാണ്, നമ്മിലൂടെ അത് ഭൂമിയിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ക്രിസ്തു പറഞ്ഞ ആ മുന്തിരിവള്ളി ശാഖകളെന്ന ഉപമ. എന്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകൾ. ഇതാ പിതാവാണ് വെള്ളം ഒഴിച്ചു തരുന്നത്, എനിക്ക് പ്രത്യേക വെള്ളമില്ല. ആ വെള്ളം ഞാനാകുന്ന മുന്തിരിവള്ളി വേരിലൂടെ വലിച്ചെടുത്ത് ശാഖയാകുന്ന നിനക്ക് തരുന്നു. അങ്ങനെ ശാഖയാകുന്ന നീയെ ഫലം കായ്ക്കുവാൻ ഇടയാകും. Dear brothers, so if you look at where does the love originate? The love originates from the Heavenly Father, and it goes to Jesus, and from Jesus to us. This is so here it says, so that the love with which you loved me may be in them. So this is the system of the gardener, the vine and the branches that Jesus himself said, where Jesus said, I am the true vine and my Father is the gardener and you are my branches. And in the same way, the Heavenly Father, the love from Heavenly Father flows through Jesus, that is the vine, and it reaches us who are the branches. ഹല്ലേലൂയ. ഇതാണ് ഇത്രയും നാൾ നാം പഠിച്ചുകൊണ്ടിരുന്ന വൺ ബോഡി സിസ്റ്റം. ഈ ചിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് ഇത്രയും കാലം നാം പഠിച്ചുകൊണ്ടിരുന്ന വൺ ബോഡി സിസ്റ്റം. ഇതാണ് ദൈവരാജ്യം. സ്വർഗീയ പിതാവ് ക്രിസ്തുവിന്റെ തല, ക്രിസ്തു നമ്മുടെ തല. ഇതാണ് ദൈവരാജ്യം. അങ്ങനെ ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ ഭരണം ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലുള്ളവരിലൂടെയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. എല്ലാം ആരംഭിക്കുന്നത് ഉയരത്തുനിന്ന് വെളിച്ചങ്ങളുടെ പിതാവായ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കും. Dear brothers, if you look at the image, you can see that the image of the one body system, where in the tabernacle you can see at the top there is the Father, and then the middle Jesus, and then the love flows to the people below. And beside that you have seen
you had seen the image of the one body that we have displayed many times, where the head is the Heavenly Father and the body is our Lord Jesus, and we are all organs in that in our Lord Jesus, and in the one body system, the love flows from Heavenly Father through Jesus to all of us. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, ഇത് വീണ്ടും വീണ്ടും ചിത്രങ്ങൾ കാണുക. ദൈവം നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരും. ഇന്ന് പഴയ സൃഷ്ടിയിൽ നമ്മളെല്ലാം ഓരോ ഐലൻഡ് പോലെ ഓരോരോ രാജ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പുതിയ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ പലരായ നമ്മളെ ക്രിസ്തുവിൽ ഒരു ശരീരമായി വിളിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പല വീടുകൾ അതിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീടുകളൊക്കെ നോട്ട് ചെയ്യാം. ഈ താഴെ കാണുന്ന വീടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. റോമ 12:5, പസ്കോന്തിനം 12:27, എഫെസ്യർ 4:4 മുതൽ 6 വരെ ഇത്ര ഉണ്ടെങ്കിൽ ഒരു വീട് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. റോമ 12:5 മാത്രം ഒന്ന് വായിച്ചാൽ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. മനസ്സിലായോ? ഇതാണ് ടാബർനാക്കിൾ. ഈ ടാബർനാക്കിന്റെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. ഈ ടാബർനാക്കിന്റെ ബോഡിയാണ് കർത്താവായ യേശു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയെ ദേഹരൂപത്തിൽ, ശരീര രൂപത്തിൽ ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുന്നത്. ഈ ശരീരത്തിലെ അവയവങ്ങളാണ് ജയം പ്രാപിക്കുന്ന ഞാനും നിങ്ങളും. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ടാബർനാക്കിൾ, ഒരു ബോഡിയായി, ഒരു രാജ്യമായി, ദൈവത്തിന്റെ രാജ്യമായി നമ്മളായിത്തീരുവാൻ, ദൈവ കുടുംബമായി ആയിത്തീരുവാനായിട്ട് ഇടയാകും. ഇതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ സന്ദേശം ഇന്ന് സഭകളിലില്ല. സഭകളിലുള്ള സന്ദേശം ക്രിസ്തുവെ കർത്താവായി സ്വീകരിക്കുക, ക്രിസ്തുവെ സ്തുതിക്കുക. അതോടുകൂടി അത് അവസാനിച്ചു. എന്നാൽ അതല്ല ബൈബിളിലെ സന്ദേശം. ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും സ്വർഗസ്ഥ പിതാവുമായി ഒരു കുടുംബമായി ഒന്നായി തീർന്ന് നമ്മൾ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച് ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവോടുകൂടെ നിത്യം ആ നിത്യസഭത്തിലേക്ക് ഒരുമിച്ച് വാഴുന്ന ആ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുവാൻ ഇടയാകും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്നാൽ ഈ ലോക സന്ദേശം, അത് ലോക ക്രിസ്ത്യാനിത്വം ഇത് അറിയിക്കുന്നില്ല. അവർ ജാതീയ ആ ആരാധന പോലെ ക്രിസ്തുവെ രക്ഷകനായി സ്വീകരിച്ച്, കർത്താവായി സ്വീകരിച്ച് ക്രിസ്തുവെ ആരാധിക്കുന്നത് വഴി സ്വർഗരാജ്യം കിട്ടുമെന്ന മിഥ്യാധാരണയിൽ അവർ നീങ്ങുകയാണ്. എന്നാൽ യേശു ക്രിസ്തു, സാക്ഷാൽ ക്രിസ്തു പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. Dear brothers, I request to all of you that you listen to this again and again prayerfully and look at the images and also that you can understand. So here I have given a few verses. Please note down those verses. In addition, let me read one of the verses to show that we are all one body in Christ. And this is Romans 12 verse 5. So we who are many are one body in Christ and individually members one of another. So in the system of worldly system, in the Adam system, we are all different islands, but in the tabernacle system, we are all part of one body of our Lord Jesus Christ, of our Lord, one body in our Lord Jesus Christ, and the tabernacle system with the Heavenly Father as the head of our Lord Jesus Christ, and we are organs of His body. So, dear brothers, I request you to prayerfully see all of these things. And remember that in the worldly Christianity, they say that you should just accept Jesus as Lord, and then praise and worship Him, and that's all we need to reach to heaven. But that's not true. According to our Bible, we should, according to what our Lord Jesus Himself said, we should become one with the Heavenly Father through our Lord Jesus. And as our Lord Jesus Himself said, it is not those who say Lord, Lord to me, but those who do the will of my Heavenly Father who will enter the kingdom of God. So I will request all of you to prayerfully consider this. Let's pray. യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക. എങ്ങനെ? യേശു ക്രിസ്തു എന്തിനാണോ പ്രാധാന്യം കൊടുത്തത്,
അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഭോഷത്വമാണ്. യേശു ക്രിസ്തു എന്തിനു പ്രാധാന്യം കൊടുത്തു, അതിനും നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവെ അനുസരിച്ച് അനുഗമിക്കുമ്പോഴാണ് നാം യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ യേശുവിനെ സ്തുതിവാക്കുകൾ കൊണ്ട് ആരിലും സുന്ദരൻ, 10,000ങ്ങളിൽ സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞാൽ നമ്മുടെ പുകഴ്ചയിൽ വീഴുന്നവനല്ല ദൈവം. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മെ കബളിപ്പിക്കുവാനിടയാകരുത്, നമ്മെ തന്നെ ചതിക്കുവാനായിട്ട് ഇടയാകരുത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് ബൈബിളിന്റെ സന്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്തുവെ സത്യത്തിൽ അനുസരിച്ച് അനുഗമിച്ച് ആ സ്വർഗീയ പിതാവുമായി ഒന്നായി തീരുവാൻ, അങ്ങനെ സ്വർഗീയ പിതാവിലെത്തുന്നത് നമ്മുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ മാർഗം ക്രിസ്തുവുമായി തീർന്നു ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നാകുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ആ സ്വർഗീയ കുടുംബമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി. ദൈവിക ജ്ഞാനത്തിൽ അങ്ങയുടെ വചനം മനസ്സിലാക്കി അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദിയോടെ. ക്രിസ്തു പ്രാധാന്യം കൊടുത്തതിന് പ്രാധാന്യം കൊടുക്കുക. ക്രിസ്തു ഒരിക്കലും നീ എനിക്ക് പ്രാധാന്യം തന്നു, എൻ്റെ അപ്പന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പുറത്താക്കാതിരിപ്പാൻ, ചുറ്റുമുള്ള പ്രസംഗകരെയോ സാക്ഷികളെയോ നോക്കാതെ വിശ്വാസനായകനും പൂർത്തിവരത്തിനുമായ ക്രിസ്തുവെ നോക്കുവാൻ കൃപ തരണമേ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞ് അതേ ക്രിസ്തു കഴിച്ച അതേ ആഹാരം തന്നെ ഞങ്ങളും കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കാം. ഹൃദയത്തിൽ സംശയങ്ങളുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവരെ തികഞ്ഞ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. എല്ലാവരെയും സത്യം എന്നത് മനസ്സിലാക്കുവാൻ, സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കാം. പ്രിയ നല്ല പിതാവേ, അപ്പോൾ തന്നെ ഈ മക്കളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അങ്ങയുടെ കരങ്ങളിൽ, അവിടെയെല്ലാം അങ്ങയുടെ കരം കൂട്ടായിരുന്ന് പരിപൂർണമായ സ്വാതന്ത്ര്യം, പരിപൂർണമായ സമാധാനം കൊടുക്കണമെന്ന് ദുഃഖത്തിലായിരിക്കുന്നവർ ഓർക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ വായിലെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദുഃഖം കൊണ്ടുവരുന്നത്. നാവിനെ നിയന്ത്രിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കും. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും ഈ മക്കളോട് കൂട്ടായിരിക്കും. അങ്ങ് സഹായിക്കണമെന്ന് അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗികളായ ആരെങ്കിലും നിലകൊള്ളുന്നുവെങ്കിൽ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. യെസ്, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുള്ളവരായി തീരട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. രോഗാത്മാവിനോട് വേദനയോട് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇപ്പം മാത്രമല്ല, ഈ ശബ്ദം, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ സ്പർശനം എപ്പോഴൊക്കെ ഈ വചനത്തിലൂടെ ആരെല്ലാം കേൾക്കുന്നു അവരിൽ ഈ സൗഖ്യം വെളിപ്പെടുവാൻ ഇടയാകട്ടെ. മഹത്വമുള്ള സ്വർഗസ്ഥ പിതാവ് ജനത്തിന്റെ മേൽ സമാധാനം കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായവര് കാര്യങ്ങളുടെ കർത്താവിനെ സ്തുതിച്ചേ. മനസ്സിലായവര് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ പ്രകാശം കിട്ടി. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇരുളടഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് നിങ്ങൾ ഈ പ്രകാശം കൊടുക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത് ചെയ്യുമോ? അത് ചെയ്യുമോ? അതോ ഒരു കത്തിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഈ അതൊരു പറയെടുത്ത് പൊതിഞ്ഞു വയ്ക്കും? അയ്യോ, ഞാൻ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? അങ്ങനെ ഇരിക്കുമോ? അങ്ങനെയുള്ളവർക്ക് വാരാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ.
ബുദ്ധിപൂർവ്വം പ്രാർത്ഥനയോടെ ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവത്തിനിടെ ഇവരെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ.